மதமே மதித்து போர்ப்பதே ജാതക പുലിമാർ ഷഹീദർ മർത്തബകൾ കുറുക്കിടാ ചേരും ലക്ഷണമുറ്റേ നാദർ പദവികൾ മെത്തേ കത്തനുൾ വൈത്തിൽ എത്തി നിലപ്പതായേ പാരിതം മത്തിരം കുഫിറും ബെത്തൽ ഉറ്റിത്തരിപ്പതായേ ചിതം പല കൊട്ട് ബൻവിളിക്കൂറ്റു ചർത്തി അശരത്തിൽ മുട്ടി ചേർന്ന തരം തരം പടായുധങ്ങളും തോക്ക് പെട്ടി ഹായ് ഹലോ ഫ്രണ്ട്സ്, ബുള്ളറ്റ് മാനുമാണ് എൻ്റെ കൂടെ ഉള്ളത്. റബീഉള്ള അല്ലേ? ഞാൻ പരിചയപ്പെടുത്തിയ എൻ്റെ ആവശ്യമില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അല്ലേ? എത്ര ആയിട്ടുണ്ടാവും ഇപ്പോൾ? 14 അറിവ് കഴിഞ്ഞിട്ട് ഒരു 10 വർഷമായിട്ടുണ്ടാവും. 14 വയസ്സിൽ 13-14 വയസ്സിൽ 14 സീസൺ 3 ഫസ്റ്റൊക്കെ വാങ്ങിച്ച് ലക്ഷങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൊരു മനുഷ്യനാണ് നമ്മളെ റബീഉള്ള. ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം കാലിക്കറ്റ് സീസണിൽ വന്നപ്പോൾ ഇവിടെ ഒരു പാട്ട് മത്സരത്തിൽ പങ്കെടുത്ത് ബോയ്സിൽ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. മോയിൻകുട്ടി വൈദ്യരുടെ വരികൾക്ക് റഷീദ് മോങ്ങം അല്ലേ? റഷീദ് മോങ്ങം പിന്നെ സംഗീതം ചെയ്തിട്ടുള്ള പാട്ട് പാടി. അപ്പോൾ വളരെ മനോഹരമായിട്ട് പാടിയെന്ന് മാത്രമല്ല 79 മത്സരാർത്ഥികളിൽ നിന്നാണ് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. റബീഉള്ളൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഹൃദയത്തിൽ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. പിന്നെ ഇപ്പൊ എന്താ ചെയ്യണ റബി? ഞാനിപ്പോ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ? മജ്മ കാവനൂർ മജ്മ. BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. സ്കൂൾ തലത്തിലും പിന്നെ 14 ശേഷം ഒരുപാട് സംസ്ഥാന കലോത്സവ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ? സംസ്ഥാന കലോത്സവത്തിൽ 2 വർഷം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കോളേജിന്റെ ഇടയ്ക്ക് പിന്നെ ഇതിന്റെ കുറച്ച് കാലം ഗ്യാപ്പ് ഇട്ടിരുന്നു. കുറച്ച് പഠനത്തിലേക്ക് ശ്രദ്ധിച്ചു. റബീഉള്ളന്റെ ചെറിയ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിന്റെ ഇടയിൽ കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ കയറി വന്നു എന്നല്ലാതെ സീസൺ 3 തോന്നുന്നു. നമ്മളെ കൂടെ ഇപ്പം പിന്നെ എന്താ നമ്മളെ കണ്ട ഒരാളെ പേരെന്തേനും? ആദിഷ് കൃഷ്ണ. നമ്മളെ അവന്റെ പാട്ടുകളൊന്ന് കേൾപ്പിക്കുന്നുണ്ട്. നമ്മള് എന്താ പറയാ, പിന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ് റബീഉള്ളന്റെ. അവന് പാട്ടിൽ ലൈറ്റ് മ്യൂസിക്കിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളാണ് പറയാനുള്ളത്. കാരണം ഞാൻ എല്ലാവരും കൊറോണ സമയത്തൊക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് കിട്ടിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ റബീഉള്ള മാപ്പിളപ്പാട്ടിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ കാലിക്കറ്റ് സീസണിൽ ഈ ഒരു EMA കോളേജിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പാട്ടുകളൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ ഈ ആൽബം സോങ്ങിലൊക്കെ പാടാൻ പോയിട്ടുണ്ടോ? ആൽബം സോങ് നമ്മൾ സ്വന്തമായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ BEd ഫസ്റ്റ് ഇയർ ആണോ അതോ സെക്കൻഡ് ഇയർ ആണ്? ഡിഗ്രി ഏതേനു? സോഷ്യോളജി. ഫറൂഖ് കോളേജിലായിരുന്നു. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. റബീഉള്ള ഒരു സമയത്തൊക്കെ ഇങ്ങനെ റബീഉള്ള ബാദുഷ ഇവരൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സമയത്താണ്. ആ ഒരു സമയത്താണ്. കാരണം TV ഷോകൾ കാര്യങ്ങളൊക്കെ ആയിട്ട്, കാരണം മൊബൈലും കാര്യങ്ങളൊക്കെ വല്ലാതെ വന്നിട്ടില്ല ആ സമയത്ത്. അന്ന് 14 രാവിലൊക്കെ തിളങ്ങി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് നമുക്ക് കാണാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുമല്ല, പാട്ടിൽ 79 മത്സരാർത്ഥികളിൽ നിന്നാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കൺഗ്രാജുലേഷൻ റബീഉള്ള. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ലാസ്റ്റ് ആണ് ചിലപ്പോൾ അല്ലേ? ഇനിയിപ്പോൾ കലോത്സവം ഉണ്ടാവും. കാരണം BEd കഴിഞ്ഞ് പഠനം കഴിഞ്ഞു. ഓക്കെ. ഇനിയും എന്താ പറയുക, ഇനിയിപ്പോൾ എന്താ ഫ്യൂച്ചർ പ്ലാനുകൾ? ശരിക്കും ഇനി കുറച്ച് പാട്ട് പഠിക്കണം, സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യണം, കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. പിന്നെ ഫാമിലിയിൽ റബീഉള്ളാണോ വലുത്? ഞാൻ ഒറ്റ മോനാണ്. അപ്പച്ചി പ്രവാസിയാണല്ലേ? അന്ന് കുറച്ച് മുന്നേ ഉമ്മച്ചി ആയിരുന്നല്ലോ കൂടെ ഉണ്ടായിരുന്നല്ലേ? ഇപ്പോഴും ഉമ്മച്ചി തന്നെയാണോ കൂടെ വന്നിരുന്നല്ലേ? പാട്ട് പരിശീലിപ്പിച്ചു. മത്സരമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ടൈറ്റ് മത്സരമായിരുന്നല്ലേ? ടൈറ്റ് ആയിരുന്നു. 12 മണി 11:30 പാട്ട് പാടുന്നത്. വൈകുന്നേരം മത്സരം തുടങ്ങിയിട്ട് അങ്ങനെ ഓരോന്നായിട്ട് എനിക്ക് ലാസ്റ്റ് ലോഡ് നമ്പറാണ് കിട്ടിയത്. 59 ആണെന്ന് തോന്നുന്നു. 66 റിസൾട്ട് വന്നപ്പോൾ 3 മണിയായിരുന്നു.
ഓക്കെ 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 ഓക്കെ. അന്നും ഇന്നും സൗണ്ടിന്റെ മാറ്റങ്ങളൊക്കെ ചെറിയ പ്രായത്തിന്റെ മാറ്റങ്ങളാണുള്ളത് തോന്നുന്നത്. അന്ന് ചെറിയ കുട്ടിയായിരുന്നല്ലോ അല്ലേ? അതെ അതെ. ആ, നമ്മൾ അന്നത്തെ 14 രാവിലെ ചെറിയൊരു ഭാഗങ്ങൾ വേണമെങ്കിൽ കാണിക്കറിവിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് എന്താ പറയുക ഈ ഒരു പിന്നെ TV ഷോകളിലൂടെ വന്നിട്ടുള്ള പയ്യന്മാരുണ്ട് കേട്ടോ. അവരെ നൈസർഗികമായിട്ടുള്ള കഴിവുകൾ കാണിക്കാൻ പറ്റിയ വേദികളായിട്ട് 14 രാവാവട്ടെ, അതുപോലെ തന്നെ മൈലാഞ്ചി, പട്ടുർമാല്, അങ്ങനെ ഒരുപാട് വേദികളിൽ ഏതായാലും കാണാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷം. റബിയുള്ള ഇൻഷാ അല്ലാഹ് ഒരുപാട് ഉയരങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവിധ ഭാവുകളും നേരുന്നു. താങ്ക് യു. എൻ ഹൃദയത്തിൽ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം. ഓ ആകാശത്തോപ്പിൻ കിന്നരം.